CPM സംസ്ഥാന സമ്മേളനം അവസാനിക്കാൻ പോകുമ്പോഴേ വീണ്ടും പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ എല്ലാം എത്തുന്നു. ഇതല്ലേ കിട്ടുന്നത്? അത് ഈ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി ജില്ലാ സമ്മേളനം വരെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു. എന്തോ വലിയ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാൻ പോകുന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനമായപ്പോൾ ഒരു കാര്യം വ്യക്തമായി. മല പോലെ വന്നത് എലി പോലെ അങ്ങ് പോയി. ഇത്രയേ ഉള്ളൂ കാര്യം സംഭവിച്ചത്. എൻ്റെ കാരണം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നൊരു കാലത്ത് പത്രക്കാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല. അതാണ് ശരിയാണ്. അത് അടിവരയിട്ട് ശരിവെക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഇത് നിശബ്ദമായി ഏകകണ്ഠമായി കാര്യങ്ങൾ നീങ്ങുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, വിമതസ്വരങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞതിനർത്ഥം വിമതസ്വരങ്ങളില്ല എന്നല്ല. രോഷപ്രകടനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രോഷമില്ല എന്നല്ല. കാരണം ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് സമ്മേളനത്തിൽ മുമ്പ് സംസാരിച്ച രണ്ടുപേരും, ഒരാൾ സംസ്ഥാന പ്രതിനിധിയല്ല, വേറെ ഒരാൾ പ്രതിനിധിയാണ്. അത് ഒരാൾ PK ഗുരുദാസനാണ്, മറ്റൊരാൾ K സുധാകരനുമാണ്. PK ഗുരുദാസൻ സമ്മേളന പ്രതിനിധിയാണ്. 1971-ലും 95-ലും ഒക്കെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് PK ഗുരുദാസൻ. അഴിമതിയുടെ കറപുരളാത്ത ഒരാളാണ്. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് അഴിമതി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ലോകാത്ഭുതങ്ങളിലൊന്നാണ്. വി എസിൻ്റെ വളരെ അടുത്ത ആളുകൾ. ഏറ്റവും വലിയ കാര്യം, ഇദ്ദേഹത്തിന് കയറി കിടക്കാൻ ഒരു വീടില്ലായിരുന്നു, വീട് വെക്കാൻ സ്ഥലവുമില്ലായിരുന്നു. അപ്പോൾ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. പിന്നെ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്നാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത്. അപ്പോൾ വീടില്ലാതിരുന്ന ഒരു മുൻമന്ത്രി എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറ കള്ളമാണെന്ന് വിചാരിക്കത്തുള്ളൂ, പച്ച കള്ളം പറയുകയാണെന്ന് വിചാരിക്കും. എക്സൈസ് മന്ത്രിയായിട്ടിരുന്ന ഒരാൾക്ക് വീടില്ല, അതെന്ത് പറ്റി എന്നല്ലേ ചോദിക്കുകയുള്ളൂ. പക്ഷേ എക്സൈസ് മന്ത്രിയായിരുന്നിട്ടും ഒരു വീട് വെക്കാൻ കഴിയാതെ പോയ കമ്മ്യൂണിസ്റ്റുകാരനാണ് PK ഗുരുദാസൻ. ഞാൻ ഈ ഗുരുദാസനെ കുറിച്ച് പറഞ്ഞത്, ഗുരുദാസൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വേറിട്ട ഒരു ശബ്ദമായി ഈ സമ്മേളന കാലയളവിൽ വന്നു. പക്ഷേ മാധ്യമങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്തു പോയി എന്നുള്ളതിനപ്പുറത്തോട്ട് അതിന് ഒരു പ്രാധാന്യം കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില പത്രങ്ങളിലൊക്കെ അത് വന്നു. ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത്, ഗുരുദാസൻ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് ദൂരവ്യാപകമായ ഫലമുണ്ടാകും, ചലനങ്ങളുണ്ടാകും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. എല്ലാവരും കൂടെ കിടന്ന് കോറസ് പാടേണ്ടതൊന്നുമില്ല. വ്യതിരക്തനായ ഒരു വ്യക്തി, ഇച്ഛാശക്തിയുള്ളൊരു വ്യക്തി, പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ മനസ്സിലാവില്ല, കുറേ കഴിയുമ്പം അത് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയൻ 80 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹം മാറി നിൽക്കട്ടെ. അദ്ദേഹം മാറി നിന്നാൽ ഈ പാർട്ടി നയിക്കാൻ ആളുണ്ടല്ലോ, ആളുണ്ടാകണമല്ലോ എന്ന് പറഞ്ഞു. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിണറായി വിജയൻ മാറുമോ എന്ന ചോദ്യത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പിണറായി വിജയൻ മാറത്തില്ലെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്ററും EP ജയരാജനും ഈ പാർട്ടി നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ പിണറായി മാറിയാൽ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വ്യത്യസ്തമായി ഗുരുദാസൻ ഇത് പറയുന്നത്. 80 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം മാറി നിൽക്കട്ടെ, 75 വയസ്സിൻ്റെ ഇളവ് എന്തിനാണ് കൊടുക്കുന്നത്? അത് ഞാൻ പറഞ്ഞു വന്നത് സത്യമാണ്. പക്ഷേ അപ്രിയമായൊരു സത്യം പറയണമെങ്കിൽ അസാധാരണമായ ഇച്ഛാശക്തി വേണം. അപ്പോൾ ഈ രാജാവ് നഗ്നനാണെന്ന് കണ്ടിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. കുഞ്ഞൻ്റെ ഒരു കൊച്ചു കുഞ്ഞാണ് പറഞ്ഞു, അവന് നിഷ്കളങ്കതയുള്ളതുകൊണ്ട് പറഞ്ഞു, അറിയത്തില്ല. അപ്പോൾ ഇത് നിഷ്കളങ്കതയല്ല, ഇത് കൃത്യമായി അളന്ന് തൂക്കി ഗുരുദാസൻ പ്രയോഗിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതതിൻ്റെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗത്തേക്ക് പോകുമ്പോഴേ അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയൻ മാറിയാലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളുകളുണ്ടല്ലോ. ആദ്യം അദ്ദേഹം പറഞ്ഞത് KN ബാലഗോപാൽ, പിന്നെ പറഞ്ഞ് P രാജീവ്, മൂന്നാമത് അദ്ദേഹം പറഞ്ഞ MB രാജേഷ്. ഇവരെല്ലാവർക്കും മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല, ഇവർക്കാർക്കും മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായം, ഇവരാർക്കും വേണമെങ്കിലും മുഖ്യമന്ത്രിയാകാം. മുഖ്യമന്ത്രി ആർക്കും മന്ത്രിയാകാമല്ലോ. MM മണിക്ക് പോലും വിദ്യുശക്തി മന്ത്രിയാകാമെങ്കിൽ പിന്നെ ലോകത്ത് ആർക്കും എന്തായിക്കൂടാ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല, ഒരു തർക്കവുമില്ല. അതും വിദ്യുശക്തി വിദേശ രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇടപെടുകയും പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യേണ്ട ആളാണ് മന്ത്രി. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഗുരുദാസൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ കാണാത്ത മാധ്യമങ്ങൾ വിട്ടുകളഞ്ഞ ഒരു വലിയ മാനമുണ്ട്
എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പരിണത ഫലം നമുക്ക് കാണണമെങ്കിൽ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തുടർഭരണം കിട്ടുമെന്ന് സ്വാഭാവികമായും പാർട്ടി പ്രതീക്ഷിക്കുന്നു, മന്ത്രിമാർ പ്രതീക്ഷിക്കുന്നു. അത് നമുക്കിപ്പോൾ പറയാൻ ഒക്കത്തില്ല. ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ അകലെയുള്ള ഒരു കാലയളവ്. അതുകൊണ്ട് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഗുരുദാസൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആൾ നമ്മുടെ കെ സുധാകരനാണ്. എക്സൈസിനെക്കാട്ടി നല്ല വകുപ്പാണ് പൊതുമരാമത്ത്. കേരളത്തിലെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്ത മന്ത്രിമാരിൽ അഴിമതിയുടെ കറ പുരളാത്ത എനിക്കറിയാവുന്ന ഏക മന്ത്രി കെ സുധാകരനാണ്. അടിവരയിട്ട് ഞാൻ പറയാം, ലളിത ജീവിതവുമാണ്. അഴിമതിയുടെ കറ പുരളാത്ത ഏക മന്ത്രി എന്ന് ഞാൻ പറയുമ്പോൾ 57 ഗവൺമെൻറ് ഒഴിച്ചു നിർത്തിയാണ് ഈ പറയുന്നത്. 57 EMS സർക്കാരിലെ മന്ത്രിയെ ഒഴിച്ചു നിർത്തിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് ഒരു നിസ്സാര കാര്യമല്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആലപ്പുഴയിലെ പ്രത്യേക ചില സാഹചര്യം, സുധാകരൻ്റെ സ്റ്റേച്ചറുള്ള ഒരാൾക്ക്, ബൗദ്ധിക നിലവാരമുള്ള ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ജില്ലാ കമ്മിറ്റിയല്ല ആലപ്പുഴ എന്നുള്ളത്. കോമൺ സെൻസ് മതി അത് മനസ്സിലാക്കണമെങ്കിൽ. ആലപ്പുഴയുടെ പോക്ക് എങ്ങനെയാണെന്ന് കുട്ടനാട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ആലപ്പുഴ നയിക്കാൻ ഈ സജി ചെറിയാൻ ടൈപ്പ് ആളുകളാണ് നല്ലത്. നാസറുണ്ട്, സജി ചെറിയാനുണ്ട്, H സലാമുണ്ട്, ആരിഫുണ്ട്. വളരെ നല്ല ഒരു സംവിധാനം അവിടെ ഉണ്ട്. അത് നടന്നോട്ടെ. പക്ഷേ ആ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരാളല്ല സുധാകരൻ. അപ്പോൾ അത് സുധാകരൻ അറിയാനും. സുധാകരൻ പറഞ്ഞ്, എനിക്ക് ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിച്ചാൽ മതി. ഞാൻ കണ്ട ഏറ്റവും തന്ത്രപൂർവ്വമായ നിലപാട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ആളാണ് സുധാകരൻ. കാരണം വെച്ചാൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ ഏരിയ കമ്മിറ്റിയിലോട്ട് തരം താഴ്ത്തും. ഏരിയ കമ്മിറ്റിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ലോക്കൽ കമ്മിറ്റിയിലോട്ട് തരം താഴ്ത്തും. തരം താഴ്ത്തി അവസാനം എത്തുന്ന ഒരു ലോകമെന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങോട്ട് തരം താഴ്ത്തുന്നത്. പിന്നെ ഒരു മാർഗ്ഗമുള്ളത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അതത്ര ഈസി അല്ല. ചെയ്യാം, അത് ചെയ്യാറുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ബ്രാഞ്ച് കമ്മിറ്റി നീക്കുന്ന സുധാകരൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പറ്റുകയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സുധാകരനെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രായം ഒരു ബാർ വെച്ചിട്ടുണ്ട്. 75 വയസ്സ് എന്നൊരു നിശ്ചിത ഒരു പ്രായം വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പ്രായം ഒരു പരിഗണിക്കേണ്ട കാര്യമല്ല, ശേഷിയാണ് പരിഗണിക്കേണ്ടത്. ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ? 75 വയസ്സുള്ള ഒരാൾ, ഈ ജനുവരിയിൽ ഒരാൾക്ക് 75 വയസ്സ് പൂർത്തിയായി. ഫെബ്രുവരി തൊട്ടാൽ ശേഷിയില്ലാത്തവനായോ? എന്തും വിട്ടിത്തായി പറയുന്നത്. അപ്പോൾ 75 ഇതെന്താ PSC പബ്ലിക് സർവീസ് കമ്മീഷന് അപേക്ഷിക്കുകയോ എല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് മത്സര പരീക്ഷ എഴുതാനൊന്നും അല്ലല്ലോ, ജനങ്ങളെ സേവിക്കാനല്ലേ. അവിടെ ഒരു ഏജ് ലിമിറ്റിനെ, ഒരു കട്ട് ഓഫ് ഡേറ്റ് വയ്ക്കുന്നത് അശാസ്ത്രീയമാണ്. സുധാകരൻ്റെ അഭിപ്രായം വളരെ 100% ശരിയാണ്. ഒരുത്തൻ്റെ ശേഷിയാണ് പ്രശ്നം, പ്രായമല്ല. ഈ വാർദ്ധക്യത്തിൻ്റെ മനസ്സുമായി ജീവിക്കുന്ന എത്ര യുവാക്കളുണ്ട്, യുവാക്കളുടെ മനസ്സുമായി ജീവിക്കുന്ന എത്ര വൃദ്ധന്മാരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്. 75 വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നല്ലോ VS പോലും വളരെ ശക്തനായിട്ട് വന്നത്. അപ്പോൾ ലോകപ്രശസ്തരായ കലാകാരന്മാരുടെ മൈക്കലാഞ്ചലോ അടക്കമുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ അവരുടെ സൃഷ്ടി ഉണ്ടാക്കിയത് സൃഷ്ടിച്ച് 75 വയസ്സിന് ശേഷമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത് പാരഡൈസ് ലോസ്റ്റ് എഴുതിയത് 75 വയസ്സിന് ശേഷം, മിൽട്ടൻ്റെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ 75 വയസ്സെന്ന് പറയുന്നൊരു കട്ട് ഓഫ് ഡേറ്റ് വയ്ക്കുന്നത് മറ്റ് വേറെ ഏതോ ഉദ്ദേശത്തിലാണ്. ശേഷിയാണ് കണക്കാക്കുന്നത്. പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, പ്രവർത്തനശേഷി. അത് സുധാകരൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിവെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് 70% യുവാക്കളാണ് പാർട്ടിയിൽ, പക്ഷേ അവരുടെ ബൗദ്ധിക നിലവാരം വളരെ താഴെയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരിലെ, നേതൃത്വം കൊടുക്കുന്നവരിലെ ബൗദ്ധിക നിലവാരം വളരെ താഴെ പോയി എന്ന് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയ്ക്ക് മാത്രമല്ല എല്ലാ ജില്ലയ്ക്കും അത് ആപ്ലിക്കബിളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വഴിതെറ്റുന്ന പാർട്ടി അണികളെ നേർവഴിക്ക് നയിക്കാൻ ശേഷിയുള്ളവർ പാർട്ടി ഇല്ലാതായിരിക്കുന്നു. കൊച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലത്. 70% രണ്ട് വഴി തെറ്റാൻ പോവുകയാണ്. അവരെ നേർവഴിക്ക് നയിക്കാൻ ശേഷിയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ BJP ന്യൂ ഫാസിസ്റ്റിക്കായാലും ഏത് സ്റ്റിക്കായാലും അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം വഴി തെറ്റുന്നവരെ നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം, ഒരു കറക്റ്റീവ് മെഷർ എടുക്കാൻ കഴിയുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാതായി എന്ന് പറഞ്ഞു.
ഏറ്റവും പ്രഹരശേഷിയുള്ളത് അദ്ദേഹം അവസാനം പറഞ്ഞത് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ആർത്തി മാർക്സിസ്റ്റ് പാർട്ടിയിൽ പെട്ടെന്ന് വർദ്ധിച്ചു വരികയാണ്. നേതാക്കന്മാർ പലർക്കും സമ്പത്തുണ്ട്, എങ്ങനെയും കാശുണ്ടാക്കിക്കൊള്ളണം. ആ നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവർ ബൂർഷ്വാ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതര പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ജി സുധാകരൻ പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു യുഗോസ്ലോവിയൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, മിലോവൻ ജിലാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മിലോവൻ ജിലാസ് യുഗോസ്ലോവിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് മിലോവൻ ജിലാസ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ദ ന്യൂ ക്ലാസ്, ആൻ അനാലിസിസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം. ഇതാണ് അത് എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിന്. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന തെളിവുകൾ വെച്ചാണ് പറയുന്നത്. അത് ജർമ്മനിയിലായാലും ശരി, സോവിയറ്റ് റഷ്യയിലായാലും ശരി, ചൈനയിലായാലും ശരി, ക്യൂബയിലായാലും ശരി, എവിടെയായാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു ന്യൂ ക്ലാസ് വന്നു. അത് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ദ ന്യൂ ക്ലാസ് ആണ്. അവരെ അദ്ദേഹം വിളിക്കുന്നത് റെഡ് ബൂർഷ്വാസി എന്നാണ്. മിലോവൻ ജില്ലയിൽ അവരെ വിളിക്കുന്നത്. അതായത് അധികാരത്തിൻ്റെ ശീതളഛായയിൽ അധികാരം ദുർവിനിയോഗം ചെയ്ത് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളെ അടിച്ചമർത്തി ജനങ്ങളിൽ ഭീതി വളർത്തി തങ്ങളുടെ കാര്യം നേടുന്ന ഒരു പുതിയ ക്ലാസ് റെഡ് ബൂർഷ്വാസി ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും ഉണ്ട് എന്ന് പറഞ്ഞു. കേരളത്തിലെ റെഡ് ബൂർഷ്വാസിയുടെ വളർച്ച അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത്. ഇതൊരു അപകട മുന്നറിയിപ്പാണ്. പ്രമേയം പാസ്സാക്കിയിട്ട് ഒരു കാര്യമില്ല. പ്രമേയത്തിന് എന്താ കാര്യം? നമ്മൾ ഈ സിഗരറ്റ് പാക്കറ്റിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടല്ലോ, അതുപോലുള്ള കേട്ട് വലിക്കുന്ന സിഗരറ്റ് വലിച്ചു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആരും വായിക്കാറ് പോലുമില്ല. ഒരു സമ്മേളനം അവതരിപ്പിക്കുന്ന പ്രമേയത്തിന് അതെഴുതുന്ന കടലാസിൻ്റെ വില പോലുമില്ലെന്ന് 23 സമ്മേളനങ്ങൾ തെളിയിച്ചാണ്. 1ഉം 2ഉമല്ല, 23 സമ്മേളനങ്ങളും തെളിയിച്ചാണ്. അപ്പോൾ 24ാമത്തെ സമ്മേളനവും അതിൽ നിന്നും വ്യത്യസ്തമൊന്നും ആവില്ല. പക്ഷേ ഒരു അപകട സൈറൻ കെ സുധാകരൻ കൊടുത്തിരിക്കുന്നു. അപജയത്തെക്കുറിച്ച് കൃത്യമായി വി കെ ഗുരുദാസൻ സൂചിപ്പിച്ചിരിക്കുന്നു. ജി സുധാകരൻ അപ്പോൾ ജി സുധാകരനെ സൂചിപ്പിച്ചു, പി കെ ഗുരുദാസൻ വ്യത്യസ്തമായി പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് രണ്ടുപേരുടെ ശബ്ദം ഒറ്റപ്പെട്ടതാണെങ്കിലും അത് ഈടുറ്റ ശബ്ദമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് അതിൻ്റെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ, അതിൻ്റെ വ്യാപ്തി നമ്മൾ അറിയണമെങ്കിൽ 2026 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അവിടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. അധികാരത്തിലെത്തിയാലും ശരി, അധികാരത്തിലെത്തിയില്ലെങ്കിലും ശരി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും 2026. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.